അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയായി. നമ്മളിപ്പം തീ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞ് പയ്യെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് 1 കിലോ പോർക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പോർക്ക് മേടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് അമ്മായിമ്മയുടെ അടുത്തോട്ടാണ്. പുള്ളിക്കാരുടെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പൊറോട്ട മേടിച്ചോ? 4 ഉണ്ട് 6 9. നിനക്ക് എത്രയാ? ഹലോ, ആ 10 വാങ്ങിക്കോ. അപ്പം നമ്മൾ കൊണ്ടുവന്ന പോർക്ക് കഴുകി, അതായത് ഞുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ നാടൻ രീതിയിലാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അമ്മ ഇപ്പം പറയാം. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അത് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഓക്കെ. പിന്നെ ഒരു 1 ഇഞ്ച് ചെറിയ ഇഞ്ചി, കുറച്ച് 2 ഇഞ്ച് നീളത്തിൽ അല്ലേ? അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഒരു 2 പച്ചമുളക്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു കറിവേപ്പില ഒരു തണ്ട്, വെളുത്തുള്ളി ഒരു 2 എണ്ണം ചതച്ചത്, 2 അല്ലിയല്ല മുഴുത്തതായിട്ട്, അതായത് ഒരു 10-20 അല്ലി ക്ലീൻ ചെയ്ത് ചതച്ചത്. പിന്നെ ഈ പൊടികൾ എന്തൊക്കെയാന്ന് പുറമെ? പൊടി ഗരം മസാല ഉണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി. ഈ മുളക് പൊടി എത്ര ടേബിൾ സ്പൂൺ ഉണ്ട്? ഒരു ടേബിൾ സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം ചിലർക്ക് ആവശ്യത്തിന് എരിവ് അധികം വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതിയല്ലോ. അപ്പൊ ഇവിടെ ആവശ്യത്തിന് 1 സ്പൂൺ എടുത്തു മുളക് പൊടി. പിന്നെ മല്ലിപ്പൊടി ഇതേപോലെ ഒരു 3 സ്പൂൺ എടുത്തു, 3 ടേബിൾ സ്പൂൺ. പിന്നെ ഗരം മസാല ഈ സ്പൂണിന് ഒരു 1/2 സ്പൂണ്. മഞ്ഞൾപ്പൊടി ഉണ്ടോ? മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ചെറുതായിട്ട്. അത് ഇതെല്ലാം കൂടെ ഞാൻ എണ്ണക്കകത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തത്. അത് മിക്സ് ചെയ്യാണ് സാധാരണ പതിവ്. ഈ പൊടികളെല്ലാം ചെറിയ തീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുവാണ്. പച്ചക്കിടുന്നില്ല, റോസ്റ്റ് ചെയ്തിടുവാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, കാരണം ഓരോരുത്തർക്കും ഉപ്പ് അറിയത്തില്ലോ. എന്നാലും നമ്മളിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനിപ്പം നമ്മള് ചെറിയ തീയില് 1/4 മണിക്കൂർ നേരം വേവിക്കാൻ പോവാണ്. നമുക്ക് ഇതൊരു 5 മിനിറ്റ് കൂടെ വേവിക്കണം. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പോർക്ക് ഇവിടെ വെന്തു, നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് വഴറ്റാൻ പോവാണ് കേട്ടോ. അപ്പം അതിന് അമ്മ ഇനിയിപ്പോൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ബാക്കി പരിപാടി. ഇതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു ചെറിയ സ്പൂൺ കടുക്, കറിവേപ്പില ഇട്ടു. നമുക്ക് കുറച്ചൊരു 3-4 വെളുത്തുള്ളി ഞാൻ ചതച്ചത്, ഒരു ചെറിയ സ്പൂൺ കുരുമുളക്, ഇത്രയും കൂടെ കൂടിയിട്ട് വഴറ്റാൻ പോവാണ്. വഴറ്റി ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച പോർക്ക് എടുത്തിടുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പോർക്ക് ഇതിനകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ബാക്കി നമ്മൾ ഇതിനകത്തിട്ട് വഴറ്റും. ഒരു 2 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിപ്പം ഓക്കെ ആവും.
അപ്പം നമ്മുടെ പോർക്ക് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മളിത് വിരളനായിട്ടാണ് വെക്കുന്നത്. അത് നന്നായിട്ട് ഉലർത്തി ഡ്രൈ ആക്കുന്നില്ല. ഇതിപ്പോൾ നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പാകത്തിന് ചെറിയൊരു ഗ്രേവിയുടെ ആ ഒരു രീതിക്കാട്ടോ ആക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ അല്ലെങ്കിൽ പോർക്ക് ഉലർത്തിയത് ഓൾമോസ്റ്റ് റെഡിയായി. ഇത് ആണ് ഇപ്പോൾ ഇതിൻ്റെ പരുവം. അല്പം അത്യാവശ്യം നല്ല നെയ്യുള്ള പോർക്കായിരുന്നു. ഇനിയിപ്പം ഞാനിത് തീ ഒന്ന് ഓഫാക്കും. ഏകദേശം ഒക്കെ ആയി. അപ്പം ഞാൻ ഈ തീ ഒന്ന് ഓഫ് ആക്കണം. ഇത് കഴിച്ചു നോക്ക്. നല്ലതാണോ? സൂപ്പർ ടേസ്റ്റ്. കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണോ? വേഗമൊക്കെ പാകത്തിനാണോ? ഓക്കെ, എല്ലാം ഓക്കെ. അപ്പം ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഇത്രയും നേരം ഇതിൻ്റെ പുറകിലായിരുന്നു. ഈ പന്നിക്കകത്ത് ഇച്ചിരി നെയ്യ് കൂടുതലായിരുന്നു. ഇവരുടെ പോർക്ക് നല്ല ഫേമസ്, എല്ലാവർക്കും, കുടുംബത്തിലെല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കപ്പയുടെ കൂടെ ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി, ഈ റെസിപ്പി നോക്കി ഒന്ന് അടുത്ത തവണ നിങ്ങൾ പോർക്ക് ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.